അഡ്മിഷൻ വന്ന പിള്ളേരാണോ? നോക്കിയേ എന്താണ് അഡ്മിഷൻ വന്നാണോ? ഏത് കോഴ്സ് എടുക്കാൻ നോക്കണം? കൺഫ്യൂഷൻ ഇല്ല. ഏതാ പ്ലസ് ടു പഠിച്ചത്? ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. ബി സി എടുക്കാമല്ലോ. പക്ഷേ ബി സിയുടെ സ്കോപ്പും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല. ഞങ്ങൾ ബി സി ആണ്, ഞങ്ങൾ പറഞ്ഞുതരാം. അതെ, സാറെന്നെല്ലാം പറഞ്ഞു. സാർ ഞങ്ങൾ ന്യൂ അഡ്മിഷൻസ് ആണ്, അപ്പോൾ ബി സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ബി സി എടുക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ശരി, ഞാൻ ബി സിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ 2025 ഏറ്റവും ട്രെൻഡിങ് കോഴ്സാണ് നമ്മുടെ ബി സി എ. ഓക്കെ, കാരണം നമ്മൾ AI ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതേപോലെ തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. MNC കമ്പനിയിലും അതേപോലെ IOC, BEML ഇതിലൊക്കെ ബി സി എ റിക്വയർമെന്റ് ചെയ്യുന്നു. കമ്പാരിങ് ടു BSc കമ്പ്യൂട്ടർ സയൻസ്, കോൺസെപ്റ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ തിയോറിറ്റിക്കൽ ബേസ് ചെയ്ത് പോകുന്ന ഒരു കോഴ്സാണ് ഈ BSc കമ്പ്യൂട്ടർ സയൻസ്. BCA ഉദ്ദേശിക്കുന്നത് ആപ്പ് ഡെവലപ്മെന്റ്, കൂടുതൽ പ്രാക്ടിക്കൽ സ്കില്ലുള്ള ഒരു കോഴ്സാണ് BCA. സോ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഏത് കോഴ്സും ചെയ്യുന്നത്. അപ്പോൾ ഈ ജോബിനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത BCA കോഴ്സ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് കമ്പനീസ് ഒക്കെ റിക്വയർ ചെയ്യേണ്ടത് സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മാർക്ക് സെക്കൻഡറി ആയിട്ടും സ്കില്ലുള്ള സ്റ്റുഡൻസ് പ്രൈമറി ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഭാരത് മാതാ കോളേജിൽ IBM അതേപോലെ ലിങ്ക്ഡിൻ ഉള്ള മേജർ കമ്പനീസ് ഒക്കെ ഓരോ കോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആയി. ഞങ്ങളുടെ സംശയം ക്ലിയർ ആയി സാർ, താങ്ക് യു. ഇത്രയും ബെനിഫിറ്റ്സ് BCA ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഭാരത് മാതയിൽ BCA എടുക്കാം അല്ലേ? ഓ മതി.